വെൽക്കം ടു എജുപിസി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രേഡ് 9 ഗണിതമഞ്ജരി ചാപ്റ്റർ 4 എക്സ്പ്ലോറിംഗ് ഓൾജിബ്രൈക് ഐഡന്റിറ്റീസ് ഫാക്ടറൈസേഷൻ വിത്തൗട്ട് യൂസിങ് ഓൾജിബ്ര ടൈൽസ്. കഴിഞ്ഞ വീഡിയോയിൽ ഓൾജിബ്ര ടൈൽസ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമുക്ക് ഓൾജിബ്ര ടൈൽസ് യൂസ് ചെയ്യാതെ എങ്ങനെ സിമ്പിളായി ഫാക്ടറൈസേഷൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ ലെറ്റ് us begin with x square plus 7x plus 12, okay, which is equal to x square plus a plus b into x plus ab. ഇവിടെ നമുക്ക് കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. ആദ്യം നമുക്ക് എക്സിൻ്റെ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. ഇവിടെ 7x ആണ്, ഇവിടെ a പ്ലസ് ബി ഇൻറ്റു എക്സ് ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 7 ആണ്, റൈറ്റ് സൈഡിലേത് a പ്ലസ് ബി ആണ്. ദെൻ കോൺസ്റ്റൻറ്റ് ടേംസ് കമ്പയർ ചെയ്യുക. ഇവിടെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് 12 ആണ്, റൈറ്റ് സൈഡിലെ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എ ബി ആണ്. കറക്റ്റ് അല്ലേ? ഇവിടെ നമ്മൾ തിങ്ക് ചെയ്യേണ്ടത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്നു, അതേ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 വന്നു. കറക്റ്റ് അല്ലേ? സോ നമുക്ക് എക്കും ബിക്കും ഓരോ വാല്യൂ ചൂസ് ചെയ്യണം. അതിൽ എ പ്ലസ് ബി ചെയ്യുമ്പോൾ 7ഉം എ ബി ചെയ്യുമ്പോൾ 12ഉം ആയിരിക്കണം വരേണ്ടത്. ഓക്കെ, ഇതിനായി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12 കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്യാം. സോ അതിനായി ഫാക്ടേഴ്സ് ഓഫ് 12 നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, സോ 1 ഇൻറ്റു 12 എന്ന് പറയുന്നത് 12 ആണ്, ബട്ട് 1 പ്ലസ് 12 എന്ന് പറയുന്നത് 13 ആണ്. ഇതിവിടെ സെറ്റ് ആവില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് 2 ഇൻറ്റു 6 12 ആണ്, 2 പ്ലസ് 6 എന്ന് പറയുന്നത് 8 ആണ്, അതും ഇവിടെ സ്യൂട്ട് ആവില്ല. ദെൻ തേർഡ് വരുന്നത് 4 ഇൻറ്റു 3 12 ആണ്, 4 പ്ലസ് 3 എന്ന് പറയുന്നത് 7 ആണ്. ഓക്കെ, സോ ഈ ഒരു കോമ്പിനേഷൻ ഇവിടെ പെർഫെക്റ്റ് ആണ്. കറക്റ്റ് അല്ലേ? സോ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്നത് 4ഉം ബി എന്ന് പറയുന്നത് 3യും കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 12 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. കറക്റ്റ് അല്ലേ? സോ എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്ന് പറയുന്നതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്. അതായത് എക്സ് പ്ലസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 3 ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ മറ്റൊരു എക്സാമ്പിൾ എക്സ് സ്ക്വയർ പ്ലസ് 11x പ്ലസ് 30. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുമ്പോൾ 11ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30യുമാണ് വരേണ്ടത്. ഓക്കെ, സോ നമുക്ക് എ പ്ലസ് ബി എന്ന് പറയുന്നത് 11ഉം എ ഇൻറ്റു ബി എന്ന് പറയുന്നത് 30യുമാണ് വരേണ്ടത്. കറക്റ്റ് അല്ലേ? ഇവിടെ നമുക്ക് 30യുടെ ഫാക്ടേഴ്സ് നോക്കാം. സോ ഫാക്ടേഴ്സ് ഓഫ് 30 1 ഇൻറ്റു 30 എന്ന് പറയുന്നത് 30, ബട്ട് 1 പ്ലസ് 30 എന്ന് പറയുന്നത് 31 ആണ്, നോട്ട് 11. ഓക്കെ, അതേപോലെ 2 ഇൻറ്റു 15 എന്ന് പറയുന്നത് 30 ആണ്, ബട്ട് 2 പ്ലസ് 15 ഈസ് 17, നോട്ട് 11. ദെൻ 3 ഇൻറ്റു 10 എന്ന് പറയുന്നത് 30 ആണ്, 3 പ്ലസ് 10 എന്ന് പറയുന്നത് 13 ആണ്, നോട്ട് 11. ദെൻ 5 ഇൻറ്റു 6 എന്ന് പറയുന്നത് 30 ആണ്, അതേപോലെ 5 പ്ലസ് 6 എന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ പെർഫെക്റ്റ് ആണ്. ഇതുപോലെ എല്ലാ ഫാക്ടേഴ്സും നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 5 ഇൻറ്റു 6 മാത്രം ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ എ എന്ന് പറയുന്നത് 5ഉം ബി എന്ന് പറയുന്നത് നമുക്ക് 6ഉം ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിനെ എക്സ് സ്ക്വയർ പ്ലസ് 5 പ്ലസ് 6 ഇൻറ്റു എക്സ് പ്ലസ് 30 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് എ ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്, അതായത് എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 6. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ആണ്. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യുമ്പോൾ -5 ആണ് വരേണ്ടത്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6ഉം. നമുക്ക് എ പ്ലസ് ബി എന്ന് പറയുന്നത് -5 ആയിരിക്കണം. ഓക്കെ, അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ നമുക്ക് 6ഉം കിട്ടണം. ക്ലിയർ അല്ലേ? ഇവിടെ നമുക്ക് കിട്ടേണ്ടത് 6 ആണ്. സോ നമുക്ക് 2, 3 ചൂസ് ചെയ്യാം. 2 ഇൻറ്റു 3 എന്ന് പറയുന്നത് 6 ആണ്, ബട്ട് 2 പ്ലസ് 3 എന്ന് പറയുന്നത് -5 അല്ല, +5 ആണ്.
ദെൻ നെക്സ്റ്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. സോ -2 ഇൻറ്റു -3 എന്ന് പറയുന്നത് +6 ആണ്. ഓക്കെ, -2 പ്ലസ് -3 എന്ന് പറയുന്നത് -5 ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് x² പ്ലസ് -2 പ്ലസ് -3 x പ്ലസ് 6 എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? x പ്ലസ് a ഇൻറ്റു എക്സ് പ്ലസ് ബി ആണ്. അതായത് എക്സ് പ്ലസ് -2 എന്ന് വരും, അതിനെ നമുക്ക് x -2 എന്ന് എഴുതാം. ദെൻ എക്സ് പ്ലസ് ബി, അതായത് x പ്ലസ് -3 ദാറ്റ് ഈസ് x -3 എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം, ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ എക്സാമ്പിൾസിലും x² കോഎഫിഷ്യൻറ്റ് 1 ആയിരുന്നു. x² കോഎഫിഷ്യൻറ്റ് 1 ആവുന്ന കേസിൽ നമുക്ക് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് x² മറ്റു കോഎഫിഷ്യൻസ് വരികയാണ് എങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ x² കോഎഫിഷ്യൻറ്റ് 2 ആണ്. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം എന്ന മെത്തേഡ് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ a പ്ലസ് ബി എന്ന് പറയുന്നത് 7 ആയിരിക്കണം. അതേപോലെ a ഇൻറ്റു ബി എന്ന് പറയുന്ന നമ്പർ 6 അല്ല, മറിച്ച് 6ന് പകരം 2 ഇൻറ്റു 6 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് 2 ഇൻ 6 ദാറ്റ് ഈസ് 12 ആയിരിക്കണം. ക്ലിയർ ആണോ? സം എന്ന് പറയുന്നത് a പ്ലസ് ബി മിഡിൽ ടേം ആയിരിക്കണം. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് x² കോഎഫിഷ്യൻറ്റും കോൺസ്റ്റൻറ്റ് ടേമുമാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്പേഴ്സ് കണ്ടുപിടിക്കാം. അതായത് ആഡ് ചെയ്യുമ്പോൾ 7ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12ഉം കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നോക്കേണ്ടത്. 6 ഇൻറ്റു 2 എന്ന് പറയുന്നത് 12 ആണ്, ബട്ട് 6 പ്ലസ് 2 എന്ന് പറയുന്നത് 7 അല്ല. ഓക്കെ, സോ ഈ ഒരു കോമ്പിനേഷൻ പോസിബിൾ അല്ല. നെക്സ്റ്റ് വൺ 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. അതേപോലെ 3 പ്ലസ് 4 എന്ന് പറയുന്നത് 7 ആണ്. സോ ഈ കോമ്പിനേഷൻ നമുക്ക് പോസിബിൾ ആണ്. ഇവിടെ നമ്മുടെ രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 3 ആൻഡ് 4 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒറിജിനൽ എക്സ്പ്രഷനിലെ മിഡിൽ ടേം, അതായത് 7x സ്പ്ലിറ്റ് ചെയ്ത് 3x പ്ലസ് 4x എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? സോ 2x² പ്ലസ് 3x പ്ലസ് 4x പ്ലസ് 6. ക്ലിയർ? ഇനി നമുക്ക് ഗ്രൂപ്പിംഗ് ചെയ്യാം. ഇത് രണ്ടും ഒരു ഗ്രൂപ്പ്, ഇത് രണ്ടും ഒരു ഗ്രൂപ്പ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ നിന്നും കോമൺ ആയിട്ടുള്ളത് നമുക്ക് പുറത്തെടുക്കാം. ഇവിടെ എക്സ് കോമൺ ആണ്, സോ ബ്രാക്കറ്റിനുള്ളിൽ 2x പ്ലസ് 3 ആയിരിക്കും വരുന്നത്. ദെൻ സെക്കൻഡ് ഗ്രൂപ്പിൽ 2 ഈസ് കോമൺ, സോ നമുക്ക് 2x പ്ലസ് 3 ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? സോ ഇവിടെ 2x പ്ലസ് 3 രണ്ടിലും കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് 2x പ്ലസ് 3 കോമൺ ആയിട്ട് എടുക്കാം. ദെൻ x പ്ലസ് 2 ആണ്. ഓക്കെ, so 2x plus 3 and x plus 2 are the factors of 2x² plus 7x plus 6. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടി നോക്കാം. 3x² മൈനസ് 10x പ്ലസ് 8. ഓക്കെ, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആഡ് ചെയ്യുമ്പോൾ -10ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 ഇൻറ്റു 3 24ഉം കിട്ടുന്ന നമ്പറാണ്. ഓക്കെ അല്ലേ? 2 ഇൻറ്റു 12 എന്ന് പറയുന്നത് 24 ആണ്, ബട്ട് 2 പ്ലസ് 12 ഈസ് നോട്ട് 10. അപ്പോൾ ഇത് പോസിബിൾ അല്ല. ദെൻ 3 ഇൻറ്റു 8 24 ആണ്, ബട്ട് 3 പ്ലസ് 8 എന്ന് പറയുന്നതും 10 അല്ല. 4 ഇൻറ്റു 6 എന്ന് പറയുന്നത് 24 ആണ്, 4 പ്ലസ് 6 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ ഇത് പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് പ്ലസ് 24ഉം ആഡ് ചെയ്യുമ്പോൾ -10ഉം ആണ് വരേണ്ടത്. സോ നമ്മുടെ രണ്ട് നമ്പേഴ്സും മൈനസ് ആയിരിക്കും. ക്ലിയർ? -4 ഇൻറ്റു -6 എന്ന് പറയുന്നത് പ്ലസ് 24 ആണ്. അതേപോലെ -4 പ്ലസ് -6 എന്ന് പറയുന്നത് -10 ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമ്മുടെ നമ്പേഴ്സ് എന്ന് പറയുന്നത് -4 ആൻഡ് -6 ആണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഒറിജിനൽ ഇക്വേഷനിലെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, അതായത് 3x² മൈനസ് 4x മൈനസ് 6x പ്ലസ് 8 എന്ന് നമുക്ക് എഴുതാം.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഫസ്റ്റ് 2 നമ്പർ ഒരു ഗ്രൂപ്പ്, ദെൻ സെക്കൻഡ് ഒരു ഗ്രൂപ്പ്. ഇനി കോമൺ ആയിട്ടുള്ളത് എടുക്കാം. സോ ദാറ്റ് ഈസ് എക്സ് ആണ് കോമൺ, ദെൻ 3x - 4. സെക്കൻഡ് കേസിൽ 2 ആണ് കോമൺ, സോ 3x - 4. -2 × 3x എന്ന് പറയുമ്പോൾ -6x, -2 × -4 എന്ന് പറയുമ്പോൾ ദാറ്റ് ബിക്കം +8. ഓക്കെ, ഇനി 3x - 4 കോമൺ ആണ്, സോ 3x - 4 × x - 2. ക്ലിയർ അല്ലേ? സോ 3x² - 10x + 8ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 3x - 4 x - 2 ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം യൂസ് ചെയ്ത് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ജെയിംസ് ആൻഡ് രേഷ്മ വെയർ ടോക്കിംഗ് അബൌട്ട് ഓൾജിബ്രൈക് ഐഡൻറ്റിറ്റീസ് ദ ലേൺഡ് ഇൻ സ്കൂൾ. ജെയിംസ് പറഞ്ഞത് a - b² × a + b എന്ന് പറയുന്നത് a² - 2ab + b² × a + b എന്നാണ്. ഓക്കെ, ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. എ കൊണ്ട് ഈ 3 ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. a × a² എന്ന് പറയുന്നത് a³, a × -2ab - 2a²b, then a × b² ദാറ്റ് ഈസ് ab². ഓക്കെ, ദെൻ b കൊണ്ട് 3 ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. b × a² ba², then b × -2ab ദാറ്റ് ഈസ് -2ab² plus b³. ഓക്കെ, സോ ദാറ്റ് ഈസ് a³ - 2a²b plus 1a²b എന്ന് പറയുന്നത് -a²b ആണ്. ദെൻ ab² - 2ab² എന്ന് പറയുന്നത് -ab² ആണ് പ്ലസ് b³. ഓക്കെ, രേഷ്മ പറഞ്ഞത് ഐ ഹാവ് എ ഡിഫറെൻ്റ് ഐഡിയ a - b² × a + b എന്നതിനെ a - b × a - b ദെൻ a + b. ഇനി രേഷ്മ ചെയ്തത് ഇതിനെ ഗ്രൂപ്പ് ചെയ്തു. അതായത് a - b × a - b × a + b എന്ന് പറയുന്നത് a² - b² ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ദെൻ ഷീ എക്സ്പാൻഡഡ് ഇറ്റ്. a × a² എന്ന് പറയുന്നത് a³, a × -b² ദാറ്റ് ഈസ് -ab², b × a² - ba² - b × -b² ദാറ്റ് ഈസ് പ്ലസ് b³. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാം രേഷ്മയുടെയും ജെയിംസിൻ്റെയും ആൻസർ സെയിം ആണ്. ബട്ട് രേഷ്മയുടെ മെത്തേഡാണ് കുറച്ചുകൂടി ബെറ്റർ, ബിക്കോസ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് വളരെ കുറഞ്ഞ സ്റ്റെപ്പിൽ പ്രോബ്ലം സോൾവ് ചെയ്തു. ക്ലിയർ അല്ലേ? ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്സ്. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മറ്റു ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.